സംസ്ഥാനത്തെ ലഹരി കേസുകളിൽ പ്രഭവ കേന്ദ്രം തേടുകയാണ് പോലീസ്. കുന്നമംഗലം MDMA കേസിലെ പ്രധാന പ്രതിയായ നൈജീരിയൻ പൗരനെ നോയിഡയിലെത്തിയാണ് പോലീസ് വലയിലാക്കിയത്. ഇവിടെ MDMAയുടെ കുക്കിംഗ് ഏരിയ ഉണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസിൽ നേരത്തെ 2 ടാൻസാനിയക്കാരും പിടിയിലായിരുന്നു. രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കഴിഞ്ഞ ജനുവരി 21-ന് കാരന്തൂരിലെ ലോഡ്ജിൽ ഡാൻസാഫും കുന്നമംഗലം പോലീസും പരിശോധനയ്ക്കെത്തിയത്. ഇവിടെ നിന്ന് 220 ഗ്രാം MDMAയുമായി 2 പേർ പോലീസിന്റെ പിടിയിലായി. മുസമ്മിലും അഭിനവും. ഇവരിൽ നിന്ന് മുഹമ്മദ് ഷമീൽ എന്ന ഇടനിലക്കാരനിലേക്കും പിന്നാലെ ലഹരിയുടെ വിദേശ കണ്ണികളിലേക്കും പോലീസ് എത്തി. വിദേശികളിൽ ആദ്യം വലയിലായത് ടാൻസാനിയക്കാരായ യുവാവും യുവതിയും. ഇരുവരും പഠനത്തിന് എന്ന പേരിലാണ് പഞ്ചാബിലെത്തിയത്. ചെയ്തിരുന്നതാകട്ടെ ലഹരി ഇടപാടുകളും. ഇരുവരെയും ചോദ്യം ചെയ്തതോടെ കേസിലെ പ്രധാന പ്രതിയായ ഫ്രാങ്ക് ചിക്സിയയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞു. നോയിഡയിലെത്തി അതിസാഹസികമായി ഇയാളെ പോലീസ് പിടികൂടി. ഫാർമസിസ്റ്റ് ആയിട്ടൊരാളെ ആണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുക്കിംഗ് ആയിട്ട് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധിച്ച് വരികയാണ്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മൾ 5th ലെയറിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് 5th ലെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഇവിടുന്ന് ആളെ പിടിക്കുന്നു, അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ പിടിക്കുന്നു, അത് കഴിഞ്ഞ് പഞ്ചാബ് പിടിക്കുന്നു, അതിനിടയ്ക്ക് ഈ ഇൻ്റർമീഡിയറ്റ്സിൻ്റെ നമ്മൾ പിടിക്കുന്നു. ഇപ്പോൾ 5ാമത്തെ ലെയർ എത്തിക്കുക. സാധാരണ 1 or 2 ലെയറിൽ നമ്മൾ നിൽക്കുന്നതാണ്. പഠനത്തിന് എന്ന പേരിൽ രാജ്യത്തേക്ക് എത്തുന്ന വിദേശികളിൽ ചിലരാണ് ലഹരിയുടെ പ്രഭവ കേന്ദ്രമെന്ന് പോലീസ് പറയുന്നു. ഇവരാരും ലഹരി ഉപയോഗിക്കാറില്ല, വിൽപ്പന മാത്രം. ഇവരുടെ വലയിൽ കുടുങ്ങുന്നതാകട്ടെ യുവാക്കളും. അന്വേഷണം ലഹരി ഉപയോഗിക്കുന്നവരിൽ മാത്രം ഒതുങ്ങാതെ അത് നിർമ്മിച്ച് വിതരണം ചെയ്യുന്നവരിലേക്ക് കൂടി എത്തണമെന്നതാണ് ഉയരുന്ന പ്രധാന ആവശ്യം.